പ്രശാന്ത് ശിവൻ വേണ്ട. മുത്താൻതറ ശ്രീരാം പാളയം വാർഡിൽ മറ്റുള്ളവരെ വേണമെന്ന് BJP കോർ കമ്മിറ്റി. പ്രശാന്ത് ശിവൻ എന്ന് പറഞ്ഞാൽ പാലക്കാട് ഈസ്റ്റ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ശിവൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവന്തികയെ ഇറക്കി തനിക്ക് തൻ്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ അടുപ്പം നിൽക്കുന്ന അവന്തികയെ ഇറക്കിക്കൊണ്ട് രാഹുലിനെതിരെ ആരോപണങ്ങൾ, ഗൂഢാലോചനകൾ ഒക്കെ നടത്തിയ വ്യക്തിയാണ് പ്രശാന്ത് ശിവൻ. ആ പ്രശാന്ത് ശിവനെ വേണ്ട എന്ന് BJPയുടെ കോർ കമ്മിറ്റി തന്നെ പറയുകയാണ്. ഇത് പറയുന്ന അവസരം എന്താണ്? ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ നിന്ന് താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട്ടെ BJPയുടെ നേതൃത്വം ഒരു പട്ടിക തയ്യാറാക്കി ഇറക്കിയിട്ടുണ്ട്. ആ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ആ തയ്യാറാക്കി ഇറക്കിയ പട്ടികയിൽ പ്രശാന്ത് ശിവനും ഈ പറയുന്ന മൂത്താൻതറ ശ്രീരാം പാളയത്തിൽ നിന്ന് മത്സരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് പാലക്കാട്ടെ ഈ കോർ കമ്മിറ്റി, BJPയുടെ കോർ കമ്മിറ്റി പറയുന്നത് പ്രശാന്ത് ശിവൻ വേണ്ട. പാലക്കാട്ടുകാർക്ക് ഇനിയിപ്പോൾ അത് BJPക്കാരാണെങ്കിലും ശരി, പ്രമീള ശശിധരനാണെങ്കിലും ശരി, കൃഷ്ണദാസും അതുപോലെ തന്നെ ശിവരാജനും അടങ്ങുന്ന സംഘമാണെങ്കിലും ശരി, എല്ലാവർക്കും രാഹുൽ മാങ്കൂട്ടം മതി എന്നുള്ളതാണ്. അതിന് ഇവർക്ക് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഈ പറയുന്ന നിലവിലുള്ള പല കൗൺസിലർമാരും നഗരസഭാ അധ്യക്ഷയും ഒക്കെ അടങ്ങുന്ന പല ആളുകളും സീറ്റ് നിഷേധിക്കപ്പെട്ടിട്ട് നിൽക്കുകയാണ്. അവരൊക്കെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറാൻ തയ്യാറായി നിൽക്കുകയുമാണ്. ഇതിനുള്ള കാരണക്കാരൻ എന്ന് പറയുന്നത് ഒരൊറ്റ കാരണക്കാരനേ ഉള്ളൂ, അത് രാഹുൽ മാങ്കൂട്ടമാണ്. ഈ 2024 നടന്ന ബൈ ഇലക്ഷനിൽ രാഹുല് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എന്ന് പറഞ്ഞാൽ BJP ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായ ലീഡാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത്. ആ ലീഡ് നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് പാലക്കാട്ടുകാരൊക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഭരണം അത് കോൺഗ്രസിന് കയ്യിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ BJPക്കും സംശയമില്ല. എന്നാലും അവിടെ ഒരു മത്സരം കാഴ്ചവെക്കണമെങ്കിൽ, അവിടെ ഒരു മത്സരം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ശക്തമായ മത്സരം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ മത്സരിപ്പിച്ചാൽ ശരിയാവില്ല എന്ന് BJPക്കാർ തന്നെ സമ്മതിക്കുകയാണ്. ഇതിന്റെ മറ്റൊരു കാര്യം കൂടി എന്ന് പറയുന്നത്, പാലക്കാട്ട് ഇപ്പൊ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടുകാർക്ക് രാഹുൽ ഉണ്ട്. നിലവിൽ ഇപ്പോൾ രാഹുൽ ഉണ്ട്, അതുകൊണ്ട് രാഹുൽ മാത്രം മതി എന്നുള്ള ഒരു അന്തരീക്ഷമാണ് പാലക്കാട് പൊതുവെ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട്ട് ഇത്തരത്തിൽ ഈ പറയുന്ന പ്രശാന്ത് ശിവനെ വേണ്ട, മറ്റൊരു സ്ഥാനാർത്ഥിയെ വേണമെന്ന്, പ്രശാന്ത് ശിവനെ മത്സരിപ്പിക്കരുത് എന്ന് BJP കോർ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും, രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ വിവാദങ്ങളും, ഈ വിവാദങ്ങൾക്കെല്ലാം കാരണം ഇതിന്റെ പിന്നിൽ, എസ്പെഷ്യലി അവന്തികയെ ഇറക്കി കളിച്ചതിന് പിന്നിൽ പ്രശാന്ത് ശിവൻ ഉണ്ട് എന്നുള്ള കാര്യം പാലക്കാട്ടുകാർക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തി, രാഹുലിനെതിരെ ഇത്തരത്തിൽ ഇരയെ ഉണ്ടാക്കി, ആ ഇരയെ മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവന്നതിന് പിന്നിൽ പ്രശാന്ത് ശിവന്റെ കൈകൾ വ്യക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പാലക്കാട്ടുകാർക്ക് അറിയുന്നത് കൊണ്ട് പ്രശാന്ത് ശിവനെ മത്സരിപ്പിച്ചാൽ അത് ഈ പറയുന്ന രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകൾ, രാഹുലിന് പിന്തുണക്കുന്ന ആളുകൾ, അവരിൽ നിന്നൊക്കെ നേരെ എതിർദിശയിലേക്കുള്ള ഒരു കാറ്റായിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു തിരിച്ചറിവ് പാലക്കാട്ടെ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം രാഹുൽ പാലക്കാട്ട് സമ്മതനാണ്, സ്വീകാര്യനാണ്. ഈ കാര്യങ്ങൾ കൊണ്ട് അവിടെ സ്വീകാര്യനാണ്, സമ്മതനാണ് എന്ന് പറയുമ്പോൾ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ മാത്രമല്ല, അതല്ലെങ്കിൽ കോൺഗ്രസിനെ പിന്തുണക്കുന്നവർ മാത്രമല്ല, പാലക്കാട്ട് നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ഈ BJP ഭരിക്കുന്ന നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പാലക്കാട് നഗരസഭയിൽ BJPക്ക് വോട്ട് ചെയ്ത നിഷ്പക്ഷരായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന BJPയെ പിന്തുണക്കുന്നവരോ ആയിട്ടുള്ള ആളുകളുടെ പിന്തുണ ലഭിക്കില്ല എന്നുള്ള കാര്യം പാലക്കാട്ടെ BJPക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രശാന്ത് ശിവൻ വേണ്ട എന്ന്
പാലക്കാട്ടെ BJPയുടെ കോർ കമ്മിറ്റി തീരുമാനിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം അവർ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുവാനുള്ള ഒരു അതാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. രാഹുലിനെതിരെ കളിച്ചവരിൽ ഏറ്റവും പ്രധാനികളിൽ ഒരാൾ ഈ പറയുന്ന പ്രശാന്ത് ശിവനാണ് എന്നുള്ളതാണ്. അതോടൊപ്പം ആ കാര്യങ്ങളൊക്കെ പാലക്കാട്ടുകാർക്ക് നല്ല ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശാന്ത് ശിവനെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു രാഹുൽ തരംഗം ആഞ്ഞു വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഇത്തരത്തിൽ രാഹുലിനെതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ആ രാഹുൽ തരംഗം, രാഹുലിന് അനുകൂലമായി വീശുന്ന കാറ്റ്, ആ കാറ്റിന്റെ ശക്തി ഒന്നുകൂടി വർദ്ധിക്കുമെന്നുള്ള വിലയിരുത്തലാണ് BJPയെ ഇപ്പോൾ ഇത്തരത്തിൽ പ്രശാന്ത് ശിവൻ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം പാലക്കാട്ടെ BJPയുടെ കോർ കമ്മിറ്റി അവർ ദേശീയ നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ നേതൃത്വത്തെയും അത്തരത്തിൽ ഒരു ആവശ്യം അറിയിക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് അതാണ്. കാരണം ഈ പ്രശാന്ത് ശിവന്റെ വഴിവിട്ട ജീവിതം, പ്രശാന്ത് ശിവന്റെ സ്വവർഗ ലൈംഗികത, പ്രശാന്ത് ശിവന്റെ പീഡന കഥകള്, പ്രശാന്ത് ശിവന്റെ ഈ പറയുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങള്, ഈ ബന്ധങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അവന്തികയെ ഇറക്കിക്കൊണ്ട് പ്രശാന്ത് ശിവൻ രാഹുലിനെതിരെ കളി തുടങ്ങിയത്. എന്നാൽ ആ കളികൾ ഇറക്കിയ അതേ അവസരത്തിൽ തന്നെ രാഹുൽ പൊളിക്കുകയും അതൊക്കെ പൊളിഞ്ഞ് തരിപ്പണമാവുകയും ചെയ്യുകയും ചെയ്തു. ഇത് പാലക്കാട്ട് ജനതയ്ക്ക് നല്ല ബോധ്യം ഉള്ള ഒരു കാര്യമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ പ്രശാന്ത് ശിവനെ ഇറക്കി കഴിഞ്ഞാൽ മേ ബി ഓൾറെഡി പാലക്കാട് വലിയ രാഹുൽ ഉള്ളത് കൊണ്ട് വലിയ ഒരു പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ വെല്ലുവിളിയാണ് BJP നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വെല്ലുവിളി ഒന്നുകൂടി പ്രശാന്ത് ശിവനെ ഇറക്കി കൊടുത്താൽ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാഹുലിനുള്ള ആയുധമാകും എന്നുള്ള തിരിച്ചറിവ് പാലക്കാട്ടെ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് ആയിട്ട് കൂടി പാലക്കാട് നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് ശിവനെ മത്സരിപ്പിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യത്തിലേക്ക് BJP നേതൃത്വം, പ്രാദേശിക നേതൃത്വം തന്നെ എത്തിച്ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ അവിസ്മരിച്ചുകൂടാ. ഇവിടെ മുമ്പ് നമ്മൾ പലതവണ വീഡിയോകളിൽ പറഞ്ഞതാണ്, പലതവണ നമ്മുടെ ഇടയിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ചയായതാണ് പ്രശാന്ത് ശിവനും അവന്തികയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന്. ആ ബന്ധങ്ങൾ എന്താണെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഈ പറയുന്ന പാലക്കാട്ട് നിന്നുള്ള സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ അവസാനത്തിൽ പറയുന്ന ചില കാര്യങ്ങള് ഈ പ്രശാന്ത് ശിവനും ഈ പറയുന്ന അവന്തികയും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളെ തുറന്നു കാട്ടുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ് സന്ദീപ് വാര്യർ പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം പാലക്കാട്ടുകാർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച്, പ്രശാന്ത് ശിവനെ കുറിച്ച്, പ്രശാന്ത് ശിവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അയാളുടെ കയ്യിലിരിപ്പിനെ കുറിച്ച്, അയാൾ ശാഖയിൽ നിന്ന് പഠിച്ച് പുറത്തു കൊണ്ടുവന്ന് നടപ്പിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് ഒക്കെ പാലക്കാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ വിഷയത്തിൽ രാഹുലിനെതിരെ അവന്തികയെ ഇറക്കിയതും ആ കാര്യങ്ങളിൽ ഗൂഢാലോചനകൾ നടത്തിയതും ഈ പ്രശാന്ത് ശിവനാണെന്നുള്ള കാര്യം പാലക്കാട്ടെ ജനതയ്ക്ക് നല്ല ബോധ്യവുമുണ്ട്. ഇവിടെ അവരുടെ ബോധ്യത്തിനപ്പുറം പാലക്കാട്ട് ജനത ഈ പറയുന്ന വിവാദങ്ങൾക്ക് ശേഷവും രാഹുലിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നു എന്ന് മാത്രമല്ല, രാഹുലിന്റെ പിന്തുണ ഒന്ന് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവും BJPക്കുമുണ്ട്. ആ തിരിച്ചറിവുകൾ ഒക്കെ ചേർത്ത് വെക്കുമ്പോൾ പ്രശാന്ത് ശിവനെ ഓൾറെഡി വലിയ വെല്ലുവിളി നേരിടുന്ന നഗരസഭയില് പ്രശാന്ത് ശിവനെ കൂടി സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന തരത്തിൽ ഈ വെല്ലുവിളികളെ, അല്ലെങ്കിൽ തങ്ങളുടെ വലിയ ഈ പറയുന്ന പ്രതിസന്ധിയെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതായിരിക്കുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. അപ്പോ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ മുൻപ് പലതവണയും പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയത് അവിടെ ഒരു MLA എന്നുള്ള രീതിയിൽ പാലക്കാടിന്റെ മണ്ണിൽ തന്റെ നിയോജക മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം കൊണ്ട് മാത്രമല്ല, അതോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കടന്നുകൊണ്ട് അയാൾ മറ്റൊരു തീരുമാനം എടുത്തിരുന്നു. ആ തീരുമാനം എന്ന് പറയുന്നത് പാലക്കാട്ടേക്ക് തിരിച്ചെത്തുന്ന രാഹുൽ മാങ്കൂട്ടം
പാലക്കാട് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ തന്നെ വെട്ടിവീഴ്ത്താൻ ശ്രമിച്ചവർ, തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവർ, അവരുടെയൊക്കെ കാലിനടിയിൽ നിൽക്കുന്ന മണ്ണ്, ആ മണ്ണ് മാന്തി ഇങ്ങ് വലിച്ചെടുത്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നിൽ നിന്നും ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് സ്വയം നൽകിക്കൊണ്ടാണ് പാലക്കാട്ടേക്ക് രാഹുൽ തിരിച്ചു വണ്ടി കയറിയത്. അപ്പോ രാഹുലിന്റെ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന BJPയുടെ അടിത്തറ മാന്തുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പാലക്കാട്ടെ ഒരു സാധ്യതാ പട്ടിക, മത്സരാർത്ഥികളുടെ സ്ഥാനാർത്ഥികളുടെ ഒരു സാധ്യതാ പട്ടിക BJP പുറത്തിറക്കിയപ്പോൾ അതിൽ പ്രമീള ശശിധരനില്ല, കൃഷ്ണദാസ് ഇല്ല, ഈ പറയുന്ന ശിവരാജനില്ല, അങ്ങനെ നിലവിലെ കൗൺസിലർമാരായിട്ടുള്ള BJPയുടെ തന്നെ അംഗങ്ങളായിട്ടുള്ള പല ആളുകളും ആ പട്ടികയിലില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരൊക്കെ രാഹുലുമായി ഒരു രമ്യതയിൽ എത്തിയ വ്യക്തികളാണ് എന്നുള്ളതാണ്. രാഹുലുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരൊക്കെ എന്നുള്ളത് കൊണ്ടാണ് ഇവരെയൊക്കെ ഇപ്പോൾ തഴഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാലക്കാട്ടെ BJP നേതൃത്വം പ്രശാന്ത് ശിവൻ മത്സരിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും അവർ എത്തിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് വാർത്തകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്.